കണ്ട ഈ കോണിമ കൂടെ ഇട്ട് ഞാൻ കയറുന്നു വാർപ്പിൻ്റെ മേലേക്ക്. ഈ മേലെ കയറിയിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നാലും ഞാൻ കണ്ടോ ഈ വാർപ്പിൻ്റെ മേലെ കയറി. നോക്ക് എൻ്റെ പച്ചക്കറി തോട്ടാണ് കണ്ടോ. ഇത് ചീര അതാ, കുറച്ച് ചീരൊക്കെ ഞാൻ അതുമ്പോൾ നുള്ളി ഇതാട്ടാന്ന്, ബാക്കി പിന്നെ പൊടിച്ച് വരികയാണ്. പിന്നെ എൻ്റെ തക്കാളി ഇതാ, ഇത് വേറൊരു തക്കാളിയാണ്. ഇത് എന്താണ് കൊലത്തക്കാളിയാ എന്തൊരു അങ്ങനെ ഒരു സംഭവം കേട്ടോ ഈ തക്കാളി. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ കിട്ടാത്തൊരു സാധനമായിരുന്നു ഇത്. എന്താ പറയുക, വംശനാശം സംഭവിച്ച് എന്നാൽ എവിടെ ഇല്ലാത്ത പണ്ടൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ്. നോക്ക് കക്കിരി ഉണ്ടോ. ഇതിന് ഭയങ്കര സന്തോഷമായിട്ടിരിക്കട്ടെ. ഞാൻ ഈ വിത്ത് കിട്ടിയപ്പോൾ ഉണ്ടാവുമോ എന്ന് സംശയമായിരുന്നു കേട്ടോ. പക്ഷെ വിത്ത് കിട്ടി, ഉണ്ടാവുകയും ചെയ്തു. കണ്ട പിന്നെ പയറാണിത്. മേലക്ക് കോണിയൊന്നുമില്ല, ഞാൻ കൊത്തിപ്പിടിച്ച് കയറി. കണ്ട കോണി ഇതാണ്, ഈ കോണി കൂടെ ആയിട്ടാണ് ഞാൻ കയറുന്നത്. ഇതാണ്ട. പിന്നെ ഞാൻ വിത്ത് മുളപ്പിച്ചിട്ട് വിത്ത് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ചില വിത്ത് മുളക്കൂല. അപ്പോൾ നമ്മൾ വിത്താണെങ്കിൽ 5 വിത്തിന് 75 രൂപയൊക്കെ ഓരോ വിത്തിന്. പയർ മാത്രമാണ് വിലക്കുറവുള്ളൂ കേട്ടോ, നമുക്ക് അധികം കിട്ടുള്ളൂ. 20 രൂപ 30 രൂപ ഒക്കെ പാക്കറ്റ് കൊടുത്ത്. ബാക്കിയുള്ളവരൊക്കെ നല്ല വിലയാണ് കേട്ടോ. കണ്ട അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതാ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ. അപ്പോൾ വിത്ത് ഞാൻ മുളപ്പിച്ച് വിത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിത്ത് ഇതേപോലെ മുളപ്പിച്ചിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പുച്ഛിക്കണം പിന്നെ ഇമേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പുച്ഛിക്കണ തരത്തിലുള്ള ഇമേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാലും ഞാൻ കൊടുത്ത് കുറച്ചൊക്കെ ഒരു 10-15 വിത്ത് ഞാൻ മുളപ്പിച്ച തൈ ഞാൻ കൊടുത്തിട്ട്. ഇത് സാധാരണ തക്കാളി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ തക്കാളി ഇത് ഇങ്ങനെ ആയിട്ടോ. ഒരു ഗ്രോ ബാഗിലത്തെ ഇത് ഞാൻ ആദ്യം തന്നെ വിത്ത് പാവി നോക്കിയതാണ്. അപ്പം അങ്ങനെ മുളയ്ക്കോ ഉണ്ടാവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ഗ്രോ ബാഗിൽ ഒരു 4-5 വിത്ത് പാവി. അപ്പോൾ അതിങ്ങനെയായി. അപ്പോൾ അതിന് ശേഷം പാവി ഇതാണ്. വേറൊക്കെ അവിടെയൊക്കെ വിത്ത് പാകിയിട്ടുണ്ട്, മുളയ്ക്കണുള്ളൂ. ഇത് അമരയാണ് കേട്ടോ. അങ്ങനെ ഇത് കുറ്റി അമരയാണ്, കുറ്റിയായിട്ട് നിൽക്കണ പന്തലിക്കാത്ത. വേണ്ട ഇതിങ്ങനായി. ഞാൻ ആദ്യം മുളപ്പിച്ച തോട്ടാണ് കേട്ടത്. ആ വിത്തുകൾ മുളപ്പിച്ചിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് ഒരു 10-15 കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാനിവിടെ നട്ടതാണ്. അപ്പോൾ ഞാൻ ഈ പെട്ടിയിലാട്ടോ തൊട്ട്, ഇങ്ങനെ ഇങ്ങനത്തെ പെട്ടിയിലാണ് നട്ടത്. അപ്പോൾ കായൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രമിച്ചാലൊക്കെ ഉണ്ടാവും. നമുക്ക് സ്ഥലമില്ല, നിലത്ത് സ്ഥലമില്ല. അപ്പോൾ സ്ഥലമില്ലെങ്കിലും ഇങ്ങനെ വാർപ്പ് ഓപ്പൺ ടെറസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പച്ചക്കറി കുറച്ച് പൈസയും കുറച്ച് ചിലവാക്കണം ആദ്യം. പിന്നെ കുറച്ച് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ശുശ്രൂഷിക്കണം, പരിചരിക്കണം നന്നായിട്ട്, അതിനെ കെയർ ചെയ്യണം, എന്നാലാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പൈസ നമുക്കൊരു വർഷം തുടങ്ങുമ്പോൾ, ആദ്യത്തെ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു പിന്നെ കുറച്ച് പൈസ ചിലവാക്കി. ഇപ്പോൾ എനിക്ക് 3000 രൂപയോളം ചിലവായിട്ടിട്ടത്. കയറ്, പിന്നെ അതേപോലെ വളങ്ങൾ, ഗ്രോ ബാഗ്, വിത്ത് ഒരു 1000 രൂപക്കൊക്കെ ഞാൻ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വിത്തൊക്കെ മുളക്കാതിരുന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ മുളച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഉണ്ടായില്ല. പയർ എന്തുകൊണ്ടോ കുറേയൊക്കെ പോയി. പയർ അങ്ങനെ കാര്യമായിട്ടുണ്ടായില്ല, പയറൊക്കെ പോയി. പിന്നെ ഇതിൻ്റെ രണ്ടാമത് ഭാഗമായിട്ട് മുളപ്പിച്ച പയറുകളാണ് ഇപ്പോൾ ഈ നിൽക്കണത് കേട്ടോ. രണ്ടാമത് ഞാൻ ഭാവിയിട്ട് വിത്ത് ആദ്യം ഇതിൽ കൂടെ ഈ സെറ്റിൽ കൂടെ മുളപ്പിച്ച പയറൊക്കെ പോയി, അതെന്തോ പോയി. അപ്പം പിന്നെ രണ്ടാമത് വേറെ മുളപ്പിച്ചതാണ് ഇതൊക്കെ.
പിന്നെ കക്കിരി കണ്ട കക്കിരി കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം. ഈ ജന്മം ധന്യമായി എന്നൊക്കെ പറയില്ല, അതേപോലെ ഈ കക്കിരി കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അത് ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് ഇത് എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ യൂട്യൂബിലാണെങ്കിൽ പോലും ഇങ്ങനെ കാണാറില്ല കേട്ടോ. അപ്പോൾ ഇത് കക്കിരി ഉണ്ടായതിൻ്റെയും അതിൻ്റെ ഒക്കെ ഒരു സന്തോഷമാണ് കേട്ടോ എനിക്കിപ്പോൾ. ഇത് ഈ ജർജീർ എന്ന് പറഞ്ഞാൽ ജൽജീര എന്തുട്ടോ അങ്ങനെ ഒരു ചീരയാണിത്. ഒരിക്കൽ മുളപ്പിച്ചതൊക്കെ പൂച്ച തിന്നുപോയി. എന്നിട്ട് രണ്ടാമത് മുളച്ച് വരിക കേട്ടോ. ഈ സംഭവം കണ്ട, ഇത് മത്തനൊന്നല്ല കേട്ടോ. ഈ സംഭവം ഇത് മത്തനല്ല, ഇത് എന്തുകൊണ്ടാണ് സുക്കിനി എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇത് സുക്കിനി എന്ന് പറഞ്ഞാൽ അത് പടരണതല്ല, ഇതിനെ തൈ പോലെ നിൽക്കണതാണ്. അപ്പോൾ അത് കാരണം അത് ഞാൻ സൺസൈഡുമ്പോൾ വെച്ചിക്കാണ്, പടരാത്തതാണ്. അതൊക്കെ വലുതായി, അതിന് വളർത്തെടുക്കാനായി. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ആദ്യം നമ്മൾ കുറച്ച് കരിയില നിറച്ചിട്ട് കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും പിന്നെ കൂടിയിട്ട് കലർത്തി ഇത് മിക്സാക്കിയിട്ട് ഈ കരിയിലയുടെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വിത്ത് പാവി മുളപ്പിച്ച്. അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റുമ്പോൾ അങ്ങനെ ഭാരം ഉണ്ടാവില്ല കേട്ടോ. ഇത് എടുക്കുമ്പോൾ നല്ല തീരെ ഭാരം ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ കുറച്ച് മണ്ണ് മതി, മണ്ണപ്പോൾ കുറച്ച് മതി. ഈ വാർപ്പിൻ്റെ മേൽക്കൊക്കെ മണ്ണ് കയറ്റിയെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കോണി ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ. ചീരതാ ഇത് ചീര അവിടെ അത് ആ ചീര ആദ്യം കാണിച്ച ആ ഈ ചീര ഒരു വിത്ത് തന്നെയാണ്. പക്ഷേ ഈ ചീര നന്നായി, നല്ലപോലായി. ആ ചീര അങ്ങനെ കണ്ട് ഉഷാറാവണില്ല. അപ്പോൾ അതിൻ്റേതായ അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്ത് തന്നെ കുറേ നമുക്ക് പച്ചക്കറി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല കേട്ടോ. ഞാൻ വേനൽ ചൂടിനൊരു സമാധാനം കിട്ടും നമുക്ക്. വാർപ്പിൻ്റെ മേലെ ഇങ്ങനെ പച്ചപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ചൂടിനകത്ത് നമുക്ക് ചൂടിനൊരു കുറവ് ഉണ്ടാവും. അങ്ങനെ തോന്നിയിട്ട് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ കക്കിരിയുടെ കാര്യം തന്നെ എനിക്ക് കൂടുതൽ വിശേഷം പറയാനുള്ള. എല്ലാ കമ്പിലും കായ ഉണ്ടാവുന്നുണ്ട്. ചെറുതെങ്കിലും വലുതായിക്കോളും. ആദ്യം ഫസ്റ്റ് ഉണ്ടായതാണ് കേട്ടോ അത് അവിടെ കാണിച്ചത്. ഫസ്റ്റ് ഉണ്ടായതാണത്. പിന്നെ അപ്പുറത്ത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കമ്പിലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കക്കിരിയുടെ കാര്യത്തിലാണ് എനിക്ക് ഭയങ്കര കഷ്ടപ്പാടിന് എന്താ ഒരു ഫലം ഉണ്ടാവും എന്നൊക്കെ പറയില്ല, അതേപോലെ. അപ്പോൾ വെറുതെ കുറേ ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്തു. ആദ്യം ഇനിയിപ്പോൾ അടുത്ത വർഷം എനിക്ക് ഇത്ര പൈസ ചിലവ് വരില്ല. നമുക്ക് ഈ മണ്ണൊക്കെ തന്നെ വീണ്ടും കൊട്ടി ഇതാക്കിയിട്ട് അതിൽ വളം ചേർത്ത് ഇതാക്കിയാൽ നിറച്ചാൽ വിത്ത് മാത്രം വാങ്ങണ പൈസ നമുക്ക് വരുള്ളൂ. പിന്നെ എന്തെങ്കിലും എല്ലുപൊടി വേപ്പി പിണ്ണാക്കൊക്കെ വാങ്ങണ ആ പൈസ മാത്രം ചിലവാവുള്ളൂ. ഫസ്റ്റ് തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് അധികം ചിലവുണ്ടാവുള്ളൂ. ഈ കയറൊക്കെ വാങ്ങിക്കണ്ട. പിന്നെ ഈ വാർപ്പിൻ്റെ മേലത് എന്താ പറയുക, ഇങ്ങനെ കുഴിച്ചിടാനൊക്കെ ഈ കാലൊക്കെ കുഴിച്ചിടാനൊന്നും സൗകര്യമില്ല ഇവിടെ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ പെട്ടിയിലൊക്കെ മണ്ണ് നിറച്ചിട്ടും ചാക്കിൽ മണ്ണ് നിറച്ചിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ ഇവിടെ വെച്ചത്. ഇത് വെള്ളമില്ല, പൈപ്പും വെള്ളമൊന്നുമില്ല മേലെ. ഞാനിത് കണ്ടോ ഈ വടിയും ഓസ് കെട്ടിയിട്ടാണ് മോട്ടർ വെച്ച് ഇങ്ങോട്ട് അടിക്കുകയാണ് താഴത്തുനിന്ന്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കണ്ട കുഴിച്ചിടാനേ കാല് കുഴിച്ചിട സൗകര്യമില്ല. അപ്പോൾ ഞാൻ കട്ടിക്കണൊക്കെ എന്നിട്ട് ഈ ബക്കറ്റുമ്പോൾ താങ്ങ് കൊടുത്തേക്ക. അങ്ങനെയൊക്കെ ചെയ്തിട്ടാ. പിന്നെ ഈ കാലിനെ കുഴിച്ചിട്ടിരിക്കുന്നത് ഇവിടെ ചാക്കിൽ കല്ലൊക്കെ ഇട്ടിട്ടാണ് അതിനവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതൊക്കെയാണ് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ വിശേഷങ്ങൾ കേട്ടോ. എന്തോ അമരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പച്ചക്കറി ഉണ്ടാവണം, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറി ഉണ്ടാവണം, അത് പച്ചക്കറി പറിക്കണം എന്നുള്ള ഇതിലല്ല ചെയ്തത്. പക്ഷെ വേനൽ ചൂടിന് നമുക്കൊരു വീടിനകത്തൊരു തണുപ്പൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പച്ചപ്പ് നമ്മളെ വീടിൻ്റെ മേലെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചൂടിന് കുറവ് ഉണ്ടാവും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആണ് ചെയ്തത്. അതിലിപ്പോൾ കക്കിരി ഉണ്ടായതാണ് ഏറ്റവും സന്തോഷമായത് കാര്യം. അപ്പോൾ ഓക്കെ എന്നാൽ കേട്ടോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടിയ പച്ചക്കറി കേട്ടോ. ഒരു കൈപ്പക്കത്തിൻ്റെ ഒരു വലിയ കൈപ്പക്ക 2 ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കക്കിരിക്ക. ഇതിന് ഈ കായ്ച്ച കുത്തിയിട്ടേ ഇതിന് വലുതാവില്ല. പക്ഷെ വലുത് 2 അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ.
അത് ഞാൻ നന്നായി വലുതായിട്ട് കവറ് കെട്ടിയിട്ട് കൊടുക്കാനേ ഇത് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് കവറ് കെട്ടിയിട്ട് കൊടുക്കുക. കെട്ടാത്തതുകൊണ്ടാണ് അതിന് ആ കുറി പറ്റിയിട്ടാണ്. പിന്നെ പയറ്, അമര, ഇത് മറ്റേ പീച്ചിക്കായാണ് കേട്ടോ. പീച്ചിക്ക കറി വെക്കണ പീച്ചിക്ക കേട്ടോ. ഇത് ഞാൻ കവർ കെട്ടിട്ടെടുത്തപ്പോൾ കവറിൻ്റെ ഉള്ളിൽ വലുതാവാൻ പറ്റാതെ ഇങ്ങനായി, ഗർഭിണികളെ പോലായി. ഇത് നല്ല മുരിങ്ങാക്കായ പോലെ നല്ല നീളം വെച്ചുണ്ടാവണം സാധനം കേട്ടോ. പിന്നെ ചീരടല, ഇത്ര ചീരടല കിട്ടിയത്. ചീര അത്രക്ക് അങ്ങോട്ട് നന്നായില്ല, അങ്ങനത്തെ ഇല കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് മുമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ചീര അത്ര നന്നായില്ല. പിന്നെ ഇത് റെഡ് പയറ്, മറ്റേ മീറ്റർ പയറ് എൻ്റെ തട്ടുംപുറത്തുണ്ടായത് കേട്ടോ. ഞാൻ പച്ചക്കറി തോട്ടത്തിൽ അമരക്കായതാ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പച്ചക്കറിയുടെ തോട്ടത്തിലെ വിശേഷം. എന്നെന്നും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്നാന്ന് സാമ്പാറൊക്കെ ഉള്ളതായില്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് നോക്കുക. എൻ്റെ പച്ചക്കറി തോട്ടം ആണ്, കണ്ട കക്കിരി ഉണ്ടായിരിക്കുന്നത്. കക്കിരി അത് കവറിട്ടപ്പോൾ അത് വലുതായി. എന്നിട്ടതങ്ങനെ കുഞ്ഞ് ചെറുതങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഉണ്ടാവില്ല, അതിനൊരു പ്രാണി കുത്തിയിട്ടേ ഇതിന് വളരാൻ പറ്റാതെ ആയിട്ടപ്പോൾ ഇതിപ്പോൾ കവറിട്ടപ്പോൾ നല്ല വലുതായിട്ടാണ്. കക്കിരിക്കാണ് കേട്ടോ. പിന്നെ ഇതാ ചിരവ ഉണ്ടായത്. ഇത്ര പൊന്തൊന്നും ഇന്നലെ ഞങ്ങൾ പൊട്ടിച്ചിട്ടാണ് ഒരു വിളവെടുപ്പ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ വീഡിയോ എടുക്കുകയാണ്. കണ്ടോ ചിരവ ഉണ്ടായത്. ഇനി വലുതാവട്ടത്, കുറച്ചും കൂടി വലുതാവും. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ മോൾക്ക് കൊണ്ടാകാൻ വേണ്ടി പൊട്ടിച്ച ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും. പിന്നെ മഞ്ഞമത്തൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കണ്ടോ മഞ്ഞമത്തൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതോ റെഡ് പയറുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടോ റെഡ് പയറുണ്ടാവുന്നുണ്ട്. പിന്നെ ഇതൊരു കക്കിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കുറച്ച് വലുതായിട്ടുണ്ട്. ഇത് ഞാൻ കവറിട്ടപ്പോൾ അത് നന്നായി വലുതാവുന്നുണ്ട്. പിന്നെ പയർ ഇതാട്ടോ, മീറ്റർ പയറാണ് പച്ച. അതിലിപ്പോൾ ബീൻസ് മാത്രമാണ് ഉണ്ടാവാതിരുന്നത്. ബീൻസ് കുറേ ഇപ്പോൾ ആവിയിട്ടുണ്ടായിരുന്നു, മുളച്ചൊക്കെ പന്തലിച്ചൊക്കെ വന്ന്, പക്ഷേ ബീൻസ് ഉണ്ടായില്ല. ബീൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമായിരിക്കും. ഇതിൽ ഉണ്ട് അത് ബീൻസ്, പക്ഷെ കാണണില്ല, എവിടെയാ എന്താണെന്നൊന്നും കാണുന്നില്ല. ബീൻസിൻ്റെ അമരടയും ഒരേപോലത്തെയാണ് ഇല, അതുകൊണ്ട് അറിയണില്ല. ഈ സംഭവമാണ് കേട്ടോ സുക്കിനി എന്ന് പറഞ്ഞ ഒരു സംഭവം കേട്ടോ. ഇത് മത്തയുടെ ഇല പോലെ, പക്ഷെ ഇത് മത്തനല്ല. ഇതിങ്ങനെ പടരുമൊന്നുമില്ല. നമ്മൾ യൂട്യൂബിലൊക്കെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിയിട്ട് ഭയങ്കര വില ഇട്ടാണ് ഈ വിത്തിന്. ഇതിന് എത്ര 5 വിത്തിന് 75 രൂപ ആണ്. അത് 2 തരമുണ്ട്, മഞ്ഞയുണ്ട് പച്ചയുണ്ട്. അപ്പോൾ ഇത്രയും വിലയുള്ള വിത്തല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ മുളച്ചില്ലെങ്കിലോ ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് 2 പച്ച മാത്രം വാങ്ങിയുള്ളൂ, മഞ്ഞ വാങ്ങിയില്ല. പക്ഷെ എല്ലാ വിത്തും മുളച്ച് ഉണ്ടായി, പൂവുണ്ടായി, അവിടെ കായൊക്കെ ഉണ്ടായി. യൂട്യൂബിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. വേറെ എവിടെ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്ന കുറച്ചൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് നന്നായി, നല്ല മുളച്ചത് എല്ലാം ഉണ്ടായി, ഒന്നും പോയില്ല. കണ്ട ഇത് ഈ കുക്കമ്പർ പോലത്തെ ഒരു സംഭവം കേട്ടോ അതിനുണ്ടാവുക കായ, കുക്കമ്പർ പോലെ ഉണ്ടാവുക കായ. അതിൻ്റെ പൂവൊക്കെ ഇട്ടുണ്ട്, അങ്ങനെ അതിൻ്റെ കടക്കലുണ്ടാവുക, പടരുമില്ല കേട്ടോ. അങ്ങനത്തതാണിത് സുക്കിനി, പച്ച സുക്കിനി. മഞ്ഞയുണ്ട്, ഇത് പച്ചയാണ്.